പുതിയൊരു വീഡിയോയുമായിട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും പാലപ്പം ഉണ്ടാക്കിയെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല പൂ പോലത്തെ പാലപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ പാലപ്പം ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഈ പാലപ്പം റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും ഇതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിട്ട് പാലപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ വലിയ പാത്രത്തിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്ത് ഈസി ആയിട്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ഞാനിത് വൈകുന്നേരം രാത്രിയിലാണ് ഒന്ന് എടുത്തു വെക്കുന്നത്. നമുക്ക് രാവിലെ നല്ല പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് രാവിലെ ഒന്ന് നോക്കാം. നന്നായിട്ട് കുതിർന്നൊക്കെ ഇരിക്കും. നമുക്ക് അടച്ചു വെക്കാം. നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അരി ഒന്ന് നോക്കാം. നന്നായിട്ട് കുതിർന്നെല്ലാം വന്നിരിക്കുകയാണ്. നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ആ അരി നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഉപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിരിക്കുകയാണ്. നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ള ഈ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് മാവൊഴിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല പൂ പോലത്തെ അപ്പമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.